ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ ശിവന് പെട്ടെന്നൊരു അസ്വസ്ഥത ഉണ്ടായത് കണ്ട് കുട്ടികൾ തങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ വഴിപാട്, ആ പൂജ പൂർത്തിയാക്കാതെ, അവരുടെ കർമ്മം പൂർത്തിയാക്കാതെ അവര് വേഗം എഴുന്നേറ്റ് ശിവന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ശിവനെ വേഗം അടുത്ത് വന്ന് രണ്ട് കുട്ടികളും ഇരുന്ന്, അങ്കിള് നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകാം, അങ്കിളിന് എന്താ പറ്റിയത്, നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ എന്നൊക്കെ കുട്ടികൾ ഇങ്ങനെ മാറി മാറി ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാലിനിയും ശാരദാമ്മയും ആ വഴിപാട്, അത് അവര് ചെയ്യാൻ വന്ന കർമ്മം പൂർത്തീകരിക്കാതെ പോയതിന്റെ നിരാശയിലും വേദനയിലുമായിരുന്നു. വിഷ്ണു മരണപ്പെട്ടിട്ടില്ല എന്നൊരു സൂചന കൂടി ആ പൂജാരിയിൽ നിന്ന് കൂടി കിട്ടിയതോടെ ശാലിനി ആ ഒരു ആശ്വാസത്തിൽ വിഷ്ണുവിന്റെ ഫോട്ടോ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് സത്യാമ്മ തന്റെ മുറിയിലേക്ക് കയറി വരുമ്പോൾ അവിടെ വിഷ്ണുവിന്റെ ഫോട്ടോ നിലത്ത് വീണ് തകർന്നു കിടക്കുന്ന കാഴ്ച കണ്ടത്. അതോടെ സത്യാമ്മയ്ക്ക് വല്ലാത്ത ടെൻഷനായി. ഈശ്വര, ഇന്ന് നല്ലൊരു ചടങ്ങ് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വിഷ്ണുവിന്റെ ഫോട്ടോ ഇങ്ങനെ നിലത്ത് വീണ് ഉടഞ്ഞു കിടക്കുന്നത് അതൊരു ദുശകരം തന്നെയാണല്ലോ എന്ന വേദന സത്യാമ്മയുടെ മനസ്സിനെ അലട്ടുന്നത് കൊണ്ട് സത്യാമ്മ ഉടൻ തന്നെ പിള്ളയെ വിളിച്ചു വരുത്തി. പിള്ളച്ചേട്ടൻ ഓടി വന്ന് എന്താ സത്യാമ്മ എന്ന് ചോദിച്ചപ്പോ ആ ഫോട്ടോ എടുത്ത് സത്യാമ്മ പിള്ളയെ കാണിച്ചിട്ട് പറഞ്ഞു, "ദാ ഇത് വിഷ്ണുവിന്റെ ഫോട്ടോയാണ്. അത് നിലത്ത് വീട് ഉടഞ്ഞുപോയി. ഇത് എത്രയും പെട്ടെന്ന് ഇതിന്റെ ഫ്രെയിം മാറ്റണം. അത് മാത്രമല്ല, ഇന്ന് തന്നെ പെരുമാൾ സ്വാമിയെ വിളിച്ച് വിവരങ്ങളൊക്കെ ഒന്ന് ചോദിക്കണം. എന്തോ ആ ജ്യോത്സ്യനോട് കാര്യങ്ങൾ അന്വേഷിക്കണം. എന്തെങ്കിലും ദുശകുനോ മറ്റോ ആണോ എന്ന് എന്റെ മനസ്സ് വല്ലാതെ ശങ്കിക്കുന്നുണ്ട്. എന്റെ മോന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ എന്ന് എനിക്കറിയില്ല. എന്റെ ഭഗവാനെ, ഒരബദ്ധം വരുത്തരുതേ" എന്നൊക്കെ സത്യാമ്മ ഇങ്ങനെ ആശങ്കപ്പെട്ട് സംസാരിക്കുമ്പോഴാണ് പിള്ളച്ചേട്ടൻ പറയുന്നത്, "എന്തിനാണ് സത്യാമ്മ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? സത്യാമ്മ ആശങ്കപ്പെടുന്ന പോലെ ഒന്നുമില്ല. ഈ ഫോട്ടോയുടെ കാര്യമല്ലേ, അതിപ്പം ഞാൻ ഫ്രെയിം മാറ്റിക്കൊണ്ട് വരാലോ. അത് ഞാൻ വേഗം തീർച്ചപ്പെടുത്താം" എന്ന് പറഞ്ഞ് പിള്ളച്ചേട്ടൻ ആ ഫോട്ടോ ആയിട്ട് പോകുമ്പോഴേക്കും രാഘവൻ നായർ അവിടേക്ക് എത്തി. എന്താ ഭാമയെന്ന് ചോദിച്ചപ്പോ വിഷ്ണുവിന്റെ ഫോട്ടോ നിലത്ത് വീണ് ഉടഞ്ഞു എന്ന കാര്യം അറിയിച്ചതും രാഘവൻ നായർ പറഞ്ഞു, അതൊന്നും കാര്യാക്കണ്ടെന്നേ. പിന്നെ വിഷ്ണുവിന്റെ ഫോട്ടോയല്ലേ, എന്റെ മോൻ ഇവിടെ ഉള്ളപ്പോ പിന്നെ ആ ഫോട്ടോയുടെ കാര്യത്തിൽ എന്താ ഇത്ര ടെൻഷൻ എന്നൊക്കെ രാഘവൻ നായർ സത്യാമ്മേനെ ആശ്വസിപ്പിക്കുമ്പോഴും സത്യാമ്മ കുറെ നേരമായിട്ടും ശിവന്റെ കൂടെ പോയ ശാലിനിയും ഒപ്പം ശാരദാമ്മയൊന്നും തിരിച്ചെത്താത്തതിന്റെ ടെൻഷനായിരുന്നു അപ്പോഴേക്കും സത്യാമ്മയുടെ മനസ്സിൽ. അവർ കാത്തിങ്ങനെ വാതിൽക്കൽ തന്നെ ഇരിക്കുമ്പോഴേക്കും ശിവന്റെ കൂടെ അവർ മടങ്ങിയെത്തി. ഉടനെ രാഘവൻ നായർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ രാഘവൻ നായരോട് നിർബന്ധിച്ച് ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കാനും വെറുതെ സമയം കളയണ്ടെന്നൊക്കെ സത്യാമ്മ വഴക്ക് പറയുമ്പോഴേക്കും രാഘവൻ നായർ പറയുന്നത്, എനിക്ക് എന്റെ മോന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. അവനെ എന്റെ അടുത്ത് വേണം. അവൻ എന്റെ ഒപ്പം ഉള്ളതാണ് എന്റെ സന്തോഷം. ഇനി എത്ര നാൾ എന്റെ മോന്റെ ഒപ്പം ഇരുന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് എന്റെ വിഷ്ണു അവൻ വരട്ടെ, അവന്റെ കൂടെ ഇരുന്ന് ഞാൻ ഭക്ഷണം കഴിച്ചോളാം എന്നൊക്കെ രാഘവൻ നായർ ഇങ്ങനെ നിർബന്ധ ബുദ്ധി പിടിക്കുമ്പോൾ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന സത്യാമ്മയുടെയും ക്ഷമ നശിച്ചു തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടേക്ക് ശിവൻ ശാലിനിയെയും ശാരദാമ്മയും കൂട്ടി കുട്ടികളുമായി മടങ്ങിയെത്തുന്നത്. വണ്ടി കയറി വരുന്നത് കണ്ടതോടെ സത്യാമ്മയ്ക്ക് ആശ്വാസമായി. അവർ വന്നു എന്ന് സത്യാമ്മ സമാധാനപ്പെടുമ്പോഴേക്കും രാഘവൻ നായർ മുന്നിലേക്ക് ചാടി, "എടാ മോനെ വിഷ്ണു, വേഗം വാടാ" എന്ന് പറഞ്ഞ് രാഘവൻ നായർ ശിവനെ വിളിച്ചു. വേഗം വണ്ടി നിർത്തി കുട്ടികൾ വളരെ സന്തോഷത്തോടെ സത്യാമ്മ എന്ന് വിളിച്ച് അരികിലേക്ക് ഓടി വരുന്നു. ഈ സമയത്ത് ശാലിനി വല്ലാത്ത ഗൗരവത്തിലായിരുന്നു. അപ്പോഴേക്കും ശാരദാമ്മ എന്താ കാര്യം എന്നുള്ളത് വെളിപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ ശാരദാമ്മയും വല്ലാത്ത ടെൻഷനോടെ നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രേഷ്മയും ശെൽവിയും കൂടി മധുരയിലേക്ക് എത്തിയതും മധുരയിലെ ശെൽവിയുടെ വീട്ടില് അവരുടെ അച്ഛനമ്മമാരെ ശെൽവി അന്വേഷിച്ച് വീടിനകം മുഴുവൻ തപ്പി. പക്ഷെ അവിടെ എങ്ങും തന്നെ അവരെ കാണാതായതോടെ ശെൽവി പറഞ്ഞു, "അയ്യോ, ഇവിടെ അപ്പയും അമ്മയും ഇവിടെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്" എന്നറിയിച്ചു. അപ്പോഴേക്കും ഉടനെ രേഷ്മ പറഞ്ഞു, "എന്തായാലും ഇനിയിപ്പോ അവര് വരാതെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. തൽക്കാലം ഇതിനെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യ്. ഇത് ഇവിടെ വെച്ചോ. ഇനി കുറച്ച് ദിവസത്തേക്ക് നീ കടയിലേക്കും വരണ്ട. ഞങ്ങൾ തനിച്ച് തിരിച്ചു പോയിക്കോളാം. നീ കടയിലേക്ക് തൽക്കാലം വരണ്ട. അറിയാമല്ലോ, CSRന് നിന്റെ മേൽ ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ CSR ഇനിയും നിന്നെ അന്വേഷിച്ച് കടയിലെത്താൻ സാധ്യതയുണ്ട്. സാറത് അതിലെ വന്നു കഴിഞ്ഞാൽ ഞാൻ വേണ്ട രീതിയിലൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളാം" എന്ന് പറഞ്ഞ് ഷെൽവിയോട് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ബാഗിലിരിക്കുന്ന വിഷ്ണുവിന്റെ ആ ചിതാഭസ്മം ഷെൽവിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ഇത് ഭദ്രമായി സൂക്ഷിക്കണമെന്ന് പറയുമ്പോഴാണ്, "എവിടെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ മതിയെന്ന്" പിന്നിൽ നിന്ന് റസാക്ക് തന്റെ മൊബൈലിൽ ഇതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ട് രേഷ്മയോട് മറുചോദ്യം ചോദിച്ചു. രേഷ്മ റസാഖിനെ കണ്ടതോടെ ഞെട്ടലോടെ തന്റെ കയ്യിലിരിക്കുന്ന വിഷ്ണുവിന്റെ ആ ചിതാഭസ്മം തന്റെ പിന്നിൽ ഒളിപ്പിച്ചു പിടിക്കുകയാണ്. അപ്പോഴേക്കും റസാഖ് അരികിലേക്ക് എത്തി. എന്താ രേഷ്മ, ഞങ്ങളിവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലെ? എന്തായാലും രേഷ്മ ആ പിന്നിൽ എന്താ ഞങ്ങളെ കണ്ടപ്പോ അതിങ്ങെടുത്തേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേഷ്മ അത് കാണിക്കാൻ മടി കാണിച്ചങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ റസാഖ് പറഞ്ഞു, "അതെ, ഇനി മടി കാണിച്ചിട്ടൊന്നും കാര്യമില്ല രേഷ്മയും ഈ നിൽക്കുന്ന പെൺകുട്ടി ഷെൽവിയും കൂടി സംസാരിച്ചതൊക്കെ കൃത്യമായി ഞാൻ എൻ്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അന്ന് രേഷ്മ പറഞ്ഞതുപോലെ ഇനി എന്തെങ്കിലും വിധേന
നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ നിങ്ങളെ കുടുക്കാനായിട്ടുള്ള എന്തേലും കാര്യങ്ങളാണെന്നതിന് ഇനി നിങ്ങൾ അങ്ങനെ ഒരു വാദം ഉന്നയിക്കാതിരിക്കാൻ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ഞാൻ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇനി എന്നെ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയുമെന്നോ, എന്റെ ഈ കണ്ടെത്തൽ തെറ്റാണെന്നോ, നിങ്ങൾക്ക് എങ്ങനെയും വാദിച്ച് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ള ഒരു ചിന്ത വേണ്ട എന്ന് പറഞ്ഞ് വേഗം തന്നെ ഷെൽവിയെയും രേഷ്മയോടും കാര്യങ്ങൾ ചോദിക്കുന്നു. എന്തായാലും നമുക്ക് പോയാലോ, നേരെ നമ്മുടെ നാട്ടിലേക്ക് മടങ്ങാമെന്ന് പറഞ്ഞ് റസാഖ് ഷെൽവിയെയും രേഷ്മയെയും കൂട്ടി അവരോടൊപ്പം വന്ന ആ ചെറുപ്പക്കാരനെയും കൂട്ടി അവിടെ നിന്ന് റസാഖും സംഘവും പുറപ്പെട്ടു. അപ്പോഴാണ് ശാലിനി വീട്ടിലേക്ക് വന്നെത്തിയത്. ശാലിനി അവിടെ വന്ന് കുട്ടികളെ അവിടെ പതുക്കെ നിന്ന് സത്യാമ്മയുടെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യാമ്മ കുട്ടികളെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞതും അരികിലേക്ക് വന്ന ശാരദാമ്മയോട് ചോദിച്ചു, അല്ല നിങ്ങളുടെ രണ്ടുപേരുടെ മുഖം എന്തെങ്കിലും വല്ലാതിരിക്കുന്നത്, എന്തോ മരണ വീട്ടിൽ പോയിട്ട് വന്നതുപോലെയാണല്ലോ രണ്ടുപേരുടെ മുഖം ഇരിക്കുന്നത്. അല്ല ഇന്നത്തെ പൂജാ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തടസ്സം വന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല സത്യാമ്മ, എല്ലാം ഭംഗിയായി നടന്നു എന്ന് ശാരദാമ്മ അറിയിച്ചു. അപ്പോഴാണ് അവിടേക്ക് അവർ കയറി വരുമ്പോഴേക്കും സത്യാമ്മ പറയുന്നത്, അതെ ഇന്നിവിടെ ഒരു ദുശകനം ഉണ്ടായി. വിഷ്ണുവിന്റെ ഫോട്ടോ നിലത്ത് വീണ് ഉടഞ്ഞു. ആ ഫ്രെയിം മാറ്റിയെടുക്കാൻ ഞാൻ പിള്ളയെ പറഞ്ഞു വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേക്കും രാഘവന്നാൽ പറഞ്ഞു, ഓ പിന്നെ ഫോട്ടോ താഴെ വീണ് ഉടഞ്ഞു. എന്റെ മോൻ താ നേരിട്ട് മുന്നിൽ വന്ന് നിൽക്കുമല്ലേ എന്റെ വിഷ്ണു, പിന്നെ എന്തിനാ ഈ ഫോട്ടോ, അതിനൊന്നും ആവശ്യമില്ലെന്നേ എന്ന് രാഘവനാർ ദേഷ്യപ്പെട്ടു. എടാ മോനെ വിഷ്ണു, നീ വന്നേ, നീ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ അച്ഛൻ കാത്തിരിക്കുകയായിരുന്നു, വേഗം വാ എന്ന് പറഞ്ഞ് രാഘവൻ നായർ ശിവനെ അരികിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നിട്ട് സത്യാമ്മയോട് പറഞ്ഞു, ഭാമേ നീ വേഗം പോയി ഭക്ഷണം വിളമ്പിക്കേ, എനിക്ക് കഴിക്കണം, എനിക്ക് മോനും വേഗം കഴിക്കണം എന്ന് പറഞ്ഞ് രാഘവൻ നായർ ബഹളം വെക്കുമ്പോഴേക്കും ശാലിനി ഇതൊക്കെ കണ്ട് സഹിക്കാനാകാതെ കുട്ടികളോട് വേഗം അകത്ത് പോയി ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞു. ഉടനെ പൊന്നിയാൻറ്റിയുടെ ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചു കുട്ടികൾ വേഗം അകത്തേക്ക് പോയി. പിന്നാലെ ശാലിനിയും ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിയതും അവിടെ രാഘവൻ നായർ ശിവനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. മകനാണെന്നുള്ള ധാരണയിൽ വിഷ്ണുയെ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്ന കാണുമ്പോൾ സത്യാമ്മയുടെ മനസ്സ് വല്ലാത്ത ടെൻഷനിലായി. സത്യാമ്മ ആലോചിച്ചു, ഈ ശിവനെ എന്തിനാണ് ഇങ്ങനെ രാഘവേട്ടൻ സ്നേഹിക്കുന്നത്, നമ്മുടെ മോനല്ല അവൻ എന്നുള്ള കാര്യം എങ്ങനെ ഞാൻ രാഘവേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് ഓർത്ത് സത്യാമ്മ ആശങ്കപ്പെടുമ്പോൾ ശാരദാമ്മ വേഗം ശാലിനിയുടെ അരികിലേക്ക് ചെന്നു. അപ്പോഴേക്കും ശാലിനി ശാരദാമ്മയോട് ദേഷ്യപ്പെട്ടു, എന്റെ അമ്മേ ഇതെന്തിനാ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, അച്ഛനോട് നിങ്ങൾക്കാർക്കും പറഞ്ഞു കൊടുത്തൂടെ ആ ശിവൻ നമ്മുടെ വെറും ഒരു ജോലിക്കാരനാണെന്ന്, വിഷ്ണുവേട്ടനല്ല അതെന്ന്, എന്നിട്ട് നിങ്ങൾ ആരും ഇത് ചെയ്യാത്തത് എന്താന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു, എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാ, രാഘവേട്ടന്റെ മനസ്സ് അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടല്ലേ മോളെ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചങ്ങനെ വിഷമിച്ച് ശാരദാമ്മ നിൽക്കുമ്പോൾ അവിടേക്ക് സത്യാമ്മ എത്തി. എന്താ എന്താ രണ്ടുപേരും തമ്മിലുള്ള സംസാരം എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു, അല്ല ശിവന്റെ കാര്യവും പിന്നെ അവിടുത്തെ ജോലിയുടെ കാര്യമൊക്കെ ഇന്നത്തെ ചടങ്ങുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാ എന്ന് പറഞ്ഞതും ശാലിനിയെ നോക്കിയിട്ട് സത്യമ്മ പറഞ്ഞു, അതെ ശിവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല, രാഘവേട്ടൻ എപ്പോഴും ശിവൻ വിഷ്ണു ആണെന്ന ധാരണയിൽ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഡോക്ടറെ കൊണ്ട് മരുന്നൊന്ന് മാറ്റിക്കണം, ഡോക്ടറുടെ കാര്യങ്ങളൊന്ന് വിശദമായിട്ട് പറയണം എന്നൊക്കെ സത്യമ്മ പറഞ്ഞു. ശാലിനി എപ്പോഴേക്കും വിഷമത്തോടെ റൂമിലേക്ക് പോകുമ്പോൾ ശാരദാമ്മ ആകെ വിഷമത്തിൽ നിൽക്കുന്ന ശാലിനിയെ നോക്കിയിട്ട് അങ്ങനെ സങ്കടത്തോടെ ശാരദാമ്മയും തലകുനിച്ചേക്കുമ്പോൾ സത്യാമ്മ ചോദിച്ചു, അല്ല ഭക്ഷണമൊന്നും കഴിക്കാതെ എന്തുപറ്റി ശാലിനി അകത്തേക്ക് കയറിപ്പോയത്? അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, അതെ യാത്രാക്ഷീണം കൊണ്ടായിരിക്കും, എന്തായാലും ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ സത്യാമ്മയെ. അങ്ങനെ പറഞ്ഞ് ശാരദാമ്മയും പിന്നാലെ ശാലിനിയുടെ അടുത്തേക്ക് പോയി. സത്യാമ്മ ആകെ വേദനയോടെ എന്തോ കാര്യമുണ്ടല്ലോ എന്ന സങ്കടത്തിൽ സത്യാമ്മ അങ്ങനെ നിന്നു. അതിനുശേഷം എല്ലാവരോടും ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ വന്ന് ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് ടേബിളിലേക്ക് വിളിക്കുന്നു. ഈ സമയത്താണ് ജോലി അന്വേഷിച്ചു പോയ രോഹിത്തിനെ നോക്കി ശ്യാമയും ശാരികയും കാത്തിരിക്കുമ്പോൾ തിരിച്ച് രോഹിത്ത് അവിടേക്ക് എത്തിയത്. രോഹിത്ത് ഓട്ടോയിൽ വന്ന് ഇറങ്ങിയിട്ട് വേഗം വിശേഷങ്ങൾ വന്ന് പറയുന്നതിനിടയിൽ ജോലി സ്ഥലത്തെ എക്സ്പീരിയൻസ് ആണ് കൂടുതൽ ആവശ്യപ്പെടുന്നതെന്നും എക്സ്പീരിയൻസ് എടുക്കാൻ എവിടെയെങ്കിലും ജോലിക്ക് നിന്നൊരു ശീലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലല്ലേ, എങ്ങനെ ജോലിക്ക് ഇതുവരെ നിന്നിട്ടില്ലല്ലോ, ഇങ്ങനെ പോയാൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ജോലി അന്വേഷിച്ച് നടക്കേണ്ടി വരുമോ എന്നൊക്കെ ഓർത്ത് വിഷമത്തോടെ രോഹിത്ത് അങ്ങനെ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് ശാരികയോട് താൻ രാജീവ് സാറിന്റെ കൂട്ടുകാരൻ ഒരു കണ്ണനെ കണ്ടിരുന്നെന്നും ശാരികയ്ക്ക് അറിയാമെന്ന് ആ കണ്ണൻ പറഞ്ഞതെന്നും അറിയിച്ചു. അത് കേട്ടതും തനിക്കറിയാം, കണ്ണൻ രാജീവേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ടാ എന്നൊക്കെ ശാരിക ഉടനെ മറുപടി നൽകി. അപ്പോഴാണ് കണ്ണൻ പറഞ്ഞ കാര്യങ്ങൾ, രാജീവിന്റെ തീരുമാനങ്ങൾ എന്താണെന്നുള്ള കാര്യം രോഹിത് അറിയിച്ചത്. ഉടനെ തന്നെ കൂടെ പോയ അസിസ്റ്റന്റിനെ അവർ തമ്മിൽ ലിവിങ് ടുഗദർ ആണെന്നും ഉടനെ ശാരികയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചിട്ട് അവരോടൊപ്പം വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കാനാണ് രാജീവിന്റെ തീരുമാനമെന്നുമാണ് അയാൾ പറഞ്ഞതെന്ന് അറിയിച്ചപ്പോൾ ശാരിക ആകെ വിഷമത്തിലായി. എനിക്കറിയാം രാജീവേട്ടനെ കുറിച്ച് അങ്ങനെ കണ്ണൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാ, രാജീവേട്ടന്റെ ആത്മാർത്ഥ സുഹൃത്താ കണ്ണൻ, കണ്ണൻ അറിയാതെ രാജീവേട്ടൻ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു.
അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നാ ഇനിയിപ്പോ ഈ കുഞ്ഞിനെ അച്ഛനില്ലാത്ത ഈ കുഞ്ഞിനെ ഞാൻ എന്തിനാ വളർത്തുന്നതെന്ന് ചോദിച്ച് ശാരിക തന്റെ ജീവിതം അവസാനിപ്പിക്കാനായി വേഗം മുറിയിലേക്ക് കയറി വാതിൽ ലോക്ക് ചെയ്തിട്ട് ഫാനിലേക്ക് ഒരു കുടുക്കിട്ട് തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ ഷോളൊക്കെ എടുത്ത് റെഡിയായിട്ട് കുരുക്കുമൊക്കെ ഇട്ട് അങ്ങനെ നിന്നു. അപ്പോഴാണ് ശ്യാമയും രോഹിത്തും പിന്നാലെ ഓടിയെത്തി വാതിൽ മുട്ടിയിട്ടൊന്നും വാതിൽ തുറക്കത്തില്ലെന്ന് കണ്ടത്. വലിയേച്ചി എന്ത് തീരുമാനിച്ചുറപ്പിച്ചിട്ടാ രോഹിത് എന്ന് പറഞ്ഞപ്പോ രോഹിത് വേഗം വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും ചേർന്ന് ശാരികയെ രക്ഷപ്പെടുത്തി സമാധാനപ്പെടുത്തുകയും ഇനി അച്ഛനില്ലാത്ത ഈ കുഞ്ഞിനെ ഞാൻ എന്തിനു വളർത്തണം, എങ്ങനെ വളർത്തും എന്നൊക്കെ ചോദിച്ച് ശാരിക സങ്കടപ്പെടുമ്പോ ശ്യാമ പറഞ്ഞു, വലിയേച്ചിയുടെ ഈ കുഞ്ഞിനെ ഞങ്ങൾ വളർത്തും, ഇതാണാണേലും പെണ്ണാണെങ്കിലും ഞങ്ങൾ വളർത്തും ഈ കുഞ്ഞിനെ, ഞാനും രോഹിത്തും ആ കുഞ്ഞിനെ വളർത്തും യാതൊരു പരാതിയുമില്ലാതെ എന്ന് പറഞ്ഞപ്പോ അത് കേട്ട രോഹിത്ത് പറഞ്ഞു, അതെ ഞങ്ങള് പപ്പിമോളെ വളർത്തിയില്ലേ അതുപോലെ തന്നെ ഞങ്ങൾ ഈ കുഞ്ഞിനെ വളർത്തും, ശാരിക ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഇങ്ങനെ മറ്റുള്ളവരുടെ കുഞ്ഞിനെ വളർത്താനായിരിക്കും ഈശ്വരൻ ചിലപ്പോൾ ഞങ്ങളെ വിധിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ശാരിക അത് ഓർത്ത് വിഷമിക്കണ്ട, ഈ കുഞ്ഞിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം, ഈ കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം, അതുകൊണ്ട് മേലാൽ ഇതുപോലുള്ള ചിന്താഗതിയോ ഇത്തരം പ്രവൃത്തികളോ ശാരികയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്ന് രോഹിത്ത് താക്കീത് ചെയ്യുകയാണ് ശാരികയെ. അങ്ങനെ രോഹിത്തിന്റെ താക്കീത് കേട്ട് ആകെ വേദനയോടെ ശാരിക അങ്ങ് നിൽക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കാനായി രാഘവൻ നായർ അവിടെ ഡൈനിങ് ഹാളിലേക്ക് എത്തിയത്. രാഘവൻ നായർ ഉടനെ ശാരദാമ്മയോട് പറഞ്ഞു, ശാരദാമ്മേ ശാലിനിയോട് ഇവിടെ വന്നിരിക്കാൻ പറ, വിഷ്ണുവിന്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കേണ്ടതും വിഷ്ണുവിന് ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ടതും ശാലിനി അല്ലേ എന്ന് ചോദിച്ച് ശാലിനിയെ കൊണ്ട് ശിവന്റെ തൊട്ടടുത്ത് വന്നിരിപ്പിക്കാൻ ശാലിനിയെ തൊട്ടടുത്ത് കൊണ്ടുവച്ച് നിർത്താനുള്ള ശ്രമമാണ് രാഘവൻ നായർ നടത്തുന്നത്. രാഘവൻ നായരോടൊപ്പം ഭക്ഷണം കഴിക്കാനായി ശിവൻ ഇരിക്കുമ്പോഴേക്കും ശാലിനിയെ അവിടെ പിടിച്ചിരുത്താനുള്ള ശ്രമം രാഘവൻ നായർ നടത്തുന്നത് കണ്ട് കലിതുള്ളി ശാലിനി വേഗം റൂമിലേക്ക് പോകുമ്പോൾ രാഘവൻ നായരോട് സത്യമ്മ പറഞ്ഞു, ശാലിനിക്ക് വല്ലാത്ത തലവേദന ഉണ്ടെന്നും അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തതെന്ന് പറഞ്ഞ് തൽക്കാലം സത്യാമ്മ രാഘവൻ നായർ ആ നിർബന്ധത്തെ ഒരു വിധത്തിൽ അവസാനിപ്പിച്ചു. ശാലിനി മുറിയിലേക്ക് എത്തിയപ്പോഴാണ് റസാഖിന്റെ ഫോൺ കോൾ ശാലിനിയെ തേടിയെത്തിയത്. കോൾ എടുത്ത ഉടനെ തന്നെ കാര്യം എന്താണെന്ന് ശാലിനി അന്വേഷിച്ചപ്പോൾ റസാഖ് പറഞ്ഞു, മേഡം എന്റെ കണ്ടെത്തലുകൾ ശരിയായിരുന്നു, ഞാൻ പറഞ്ഞിരുന്നില്ലേ മേഡത്തോട്, രേഷ്മയുടെ ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് ആ മലയ ശെൽവത്തിന്റെ മകൾ ഷെൽവിയെ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുവെന്ന്, അങ്ങനെ ഒരു സംശയം എനിക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് സത്യം തന്നെയായിരുന്നു മേഡം, രേഷ്മയുടെ കടയിലെ ഒരു സ്റ്റാഫാണ് ആ പെൺകുട്ടിയെ ഇപ്പോ, അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടി മധുരയ്ക്ക് പോവുകയും അവരെ അവിടെ വെച്ച് പിടികൂടുകയും ചെയ്തു. എന്തായാലും മേഡം ഉടനെ ഇവിടേക്ക് എത്തണം, നിർണായക ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലിനായിട്ട് മേഡം കൂടി ഇവിടെ ഞങ്ങൾക്കൊപ്പം ഉണ്ടെങ്കിൽ പിന്നീട് മേഡത്തിനും നേരിട്ട് തന്നെ കാര്യങ്ങൾ ബോധ്യമാവുമല്ലോ എന്ന് അറിയിച്ചു. ഉടനെ തന്നെ താൻ എത്താമെന്ന് പറഞ്ഞ് ശാലിനി ഫോൺ വെച്ചിട്ട് വേഗം തന്നെ അവിടേക്ക് സ്റ്റേഷനിലേക്ക് പറന്നെത്തുന്നു. ശാലിനി അവിടെ വന്നെത്തിയതും രേഷ്മയെ അവിടെ നിൽക്കുന്നത് കണ്ട് അരികിലേക്ക് വന്ന ശാലിനി രേഷ്മയെ ചോദ്യം ചെയ്തു, ആരുടെ ചിതാഭസ്മമാണ് രേഷ്മ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ രേഷ്മ ആകെ വേദനയോടെ സത്യം പറയാനായി മടി കാണിച്ചിരുന്ന രേഷ്മയോട് വീണ്ടും ആരുടേതാണ് ഈ ചിതാഭസ്മം എന്ന് ഞാൻ ചോദിച്ചതെന്ന് ശാലിനി ശബ്ദം ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോഴേക്കും രേഷ്മ വിഷ്ണുവിന്റെ എന്ന് മറുപടി നൽകിയതോടെ ആ നിമിഷം ശാലിനി നിയന്ത്രണം വിട്ട് രേഷ്മയുടെ കർണത്തടിക്കുന്നു. പിന്നീട് എങ്ങനെയാണ് എന്റെ വിഷ്ണുവേട്ടന് മരണം സംഭവിച്ചത്, എന്താണ് എന്റെ വിഷ്ണുവേട്ടന് സംഭവിച്ചതെന്ന് ശാലിനി ദേഷ്യത്തോടെ രേഷ്മയോട് അന്വേഷിക്കുകയാണ്. തന്റെ വിഷ്ണുവേട്ടന്റെ ചിതാഭസ്മത്തെ വിറയാർന്ന കൈകളോടെ ഒന്ന് തൊട്ടതിന് ശേഷം ശാലിനി കലിയോടെ പകയോടെ രേഷ്മയ്ക്ക് നേരെ തിരിഞ്ഞു. അപ്പോഴേക്കും ശാലിനിയുടെ കണ്ണിൽ നിന്ന് വരുന്ന അഗ്നിജ്വാലയിൽ ആകെ താൻ എരിഞ്ഞു തീരുവെന്ന് മനസ്സിലാക്കിയ നിമിഷത്തിൽ രേഷ്മ പറഞ്ഞു, ഞാനൊന്നും ചെയ്തതല്ല ശാലിനി, ഞാൻ വിഷ്ണുവിനെ സഹായിച്ചെന്നേ ഉള്ളൂ, എന്ത് സഹായം നീ ചെയ്തതെന്ന് ചോദിച്ച് ശാലിനി വീണ്ടും ബഹളം വെച്ചു. അപ്പോഴേക്കും ഒടുവിൽ സത്യമായിട്ടുള്ള കാര്യങ്ങൾ ശാലിനിയെ ബോധ്യപ്പെടുത്തുകയാണ് രേഷ്മ. വിഷ്ണുവിന് ഇടയ്ക്കിടെ തലവേദന ഉണ്ടാവുകയും ഇടയ്ക്കിടെ തലചുറ്റൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നതിന്റെ കാരണം, ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകുന്ന പോലെ വിഷ്ണുവിന് തോന്നിയതിന് കാരണമൊക്കെ എന്തായിരുന്നുവെന്ന് ശാലിനിയോട് രേഷ്മ വെളിപ്പെടുത്തുന്നു. അന്ന് ചന്ദ്രബോസിന്റെ അടിയിൽ നിന്ന് വിഷ്ണുവിന്റെ തലക്കേറ്റ ആ അടി, അതോടെ വിഷ്ണുവിന്റെ തലയിലേക്കുള്ള ഞരമ്പുകളില് രക്തയോട്ടം നിലച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം അടിക്കടി വിഷ്ണുവിന് അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. അന്ന് ഹോസ്പിറ്റലിൽ പോയി അവിടെ വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ റിപ്പോർട്ടിൽ വിഷ്ണുവിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുകയാണെന്ന് വിഷ്ണു തിരിച്ചറിഞ്ഞത്. പക്ഷേ സ്കാനിംഗ് റിപ്പോർട്ട് ഒരിക്കലും ശാലിനിയെ കാണിക്കരുതെന്നോ തന്റെ വീട്ടുകാര് തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് അറിയരുതോ എന്നായിരുന്നു വിഷ്ണുവിന്റെ ആഗ്രഹം. ഓപ്പറേഷനിലൂടെയെങ്കിലും തന്റെ ഈ രോഗം ഭേദമാക്കാൻ കഴിയുമോ എന്ന് മധുരയിലെ ഹോസ്പിറ്റലിലെത്തി അവിടെ വെച്ച് ട്രീറ്റ്മെന്റ് നടത്തി നോക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന സത്യം വിഷ്ണു തിരിച്ചറിയുകയായിരുന്നു. അതിനാണ് ഇടയ്ക്ക് വിഷ്ണു മധുരയിലേക്ക് പോയതെന്നുള്ള കാര്യം ശാലിനിയോട് രേഷ്മ പറയുന്നു.
അന്ന് തന്നെയാണ് ഒരു സഹായിയായി വിഷ്ണു കണ്ടത്. ഈ സത്യം ഒരിക്കലും ശാലിനിയോ തന്റെ വീട്ടുകാരോ അറിയരുതെന്നും താൻ മരിക്കാൻ പോകുന്നു എന്നുള്ള വിവരം അവരറിഞ്ഞാൽ അവരുടെ മനസ്സ് തകർന്നു പോകുമെന്നും തന്റെ ഒപ്പം ആ കുടുംബവും ഇല്ലാതാകുമെന്നുള്ള ഭയമാണ് വിഷ്ണുവിനെ അലട്ടിയത്. അതുകൊണ്ട് വിഷ്ണുവിന്റെ മേജർ ഓപ്പറേഷന് വേണ്ടിയാണ് അന്ന് വിഷ്ണു ആ പണവും തട്ടിയെടുത്ത് സ്വയം കിഡ്നാപ്പിംഗ് നടത്താനായി കിഡ്നാപ്പേഴ്സിനെ മുന്നിൽ നിർത്തി അന്ന് പണം ശാലിനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ആ പണവുമായിട്ട് വേഗം മധുരയിലേക്ക് എത്തിയത്. എന്നാൽ ഓപ്പറേഷന് കയറിയ വിഷ്ണുവിന് താൻ രക്ഷപ്പെടുമെന്ന് ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. എങ്കിലും ആ മേജർ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞപ്പോഴേക്കും വിഷ്ണുവിന്റെ ജീവന് തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് ഡോക്ടേഴ്സ് എത്തിച്ചേർന്നു. ഒടുവിൽ വിഷ്ണുവിന്റെ മരണവും അവിടെ വെച്ച് സംഭവിച്ചു. അങ്ങനെ വിഷ്ണു തന്നോട് ആവശ്യപ്പെട്ടതിന് പ്രകാരം മറ്റാരെയും അറിയിക്കാതെ വിഷ്ണുവിന്റെ ശരീരം അവിടെ തന്നെ ദഹിപ്പിക്കുകയാണ് ഉണ്ടായതെന്നുള്ള വിവരം ശാലിനിയോട് രശ്മി അറിയിച്ചു. അങ്ങനെ ആ വാർത്ത കേട്ട നിമിഷത്തിൽ അങ്ങനെ വിഷ്ണുവിന്റെ മരണം സംഭവിച്ചപ്പോൾ തന്നെ വിഷ്ണുവിന്റെ ഹൃദയം മറ്റാർക്കോ കേരളത്തിലുള്ള ഏതോ ഒരു രോഗിക്കായിട്ട് ആ ഹൃദയം മാറ്റിവെക്കാനായിട്ട് അവിടെയുള്ള ഡോക്ടേഴ്സ് തയ്യാറായിരുന്നു. വിഷ്ണുവിന്റെ ഹാർട്ട് അപ്പോഴും വിഷ്ണുവിന് യാതൊരു ആപത്ത് സംഭവിച്ചിട്ടില്ലായിരുന്നു എന്ന അവസ്ഥയിൽ മസ്തിഷ്കം ഇനിയും ഒരിക്കലും വിഷ്ണു തിരിച്ചു വരില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിൽ ആ ഒരു സിറ്റുവേഷനിൽ ഡോക്ടർമാര് വിഷ്ണുവിന്റെ ഹാർട്ട് മറ്റേതോ രോഗിക്കായി നൽകാനായിട്ട് മറ്റൊരു ജീവൻ നൽകാനായിട്ട് തയ്യാറാവുകയായിരുന്നു. അതിന് തന്നോട് അനുവാദം ചോദിച്ചപ്പോൾ വിഷ്ണു തന്നെ അതിനു മുന്നേ അതിനുള്ള അനുവാദം അവർക്ക് നൽകിയിരുന്നു. തന്റെ അവയവം ദാനം ചെയ്യാനായി വിഷ്ണു തയ്യാറായിരുന്നു. അതുകൊണ്ട് വിഷ്ണുവിന്റെ ആ ഒരു തീരുമാനത്തെ തൽക്കാലം എതിർക്കാനും എനിക്ക് സാധിച്ചിരുന്നില്ല എന്ന് രേഷ്മ അറിയിച്ചു. അങ്ങനെ വിഷ്ണുവിന്റെ മരണത്തിന് മുൻപ് വിഷ്ണുവിന്റെ ഹൃദയം മറ്റേതോ രോഗിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തുവരുന്നുവെന്നും പിന്നെ വിഷ്ണുവിന്റെ ശവശരീരം അവിടെ വെച്ച് തന്നെ ദഹിപ്പിക്കുകയായിരുന്നു. ആ ചിതാഭസ്മം താൻ പുണ്യനദിയിൽ ഒഴുക്കാനായിട്ടാണ് കൊണ്ടുവന്നതെന്നുമുള്ള കാര്യങ്ങൾ രേഷ്മ വെളിപ്പെടുത്തുന്നതോടെ എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സ് തകർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശാലിനി വിഷ്ണുവിനെ കുറിച്ച് ഓർത്ത് വിലപിക്കുന്നു.